ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചിലപ്പോൾ എല്ലാവർക്കും നിങ്ങളിന്ന് എൻ്റെ തമ്മിലേയും കണ്ട പോലെ ഇതൊരു ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മോൾക്ക് അവർക്കൊരു 6 month തൊട്ട് രാവിലെ കുളിക്കണം മുന്നേ ഒരു 15 minute മുന്നേയൊക്കെ മസാജൊക്കെ ചെയ്ത് കുളിപ്പിക്കും. ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓയിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്. അറിയാലോ, തേങ്ങാപ്പാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആക്കും. അപ്പോൾ അടുത്തതായിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേബി ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യം ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരളവ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓയിൽ ഒഴിക്കാം. ദെൻ ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ക്രഷ് ചെയ്ത ആ ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്യാരറ്റ് എടുത്താൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഈ ക്യാരറ്റും എണ്ണയും കൂടിയിട്ട് അങ്ങോട്ട് യോജിച്ച് അങ്ങോട്ട് കിടക്കണം. ഇതിനോടൊപ്പം തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയും വീട്ടിലുണ്ടാക്കിയതാണ്, വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കിയതാണ്. പുറത്തുനിന്ന് പറയാൻ ക്യാരറ്റ് മാത്രമേ നമ്മളിതിൽ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ വരുമോ അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ദിസ് ഈസ് മൈ മാതാജി. അമ്മയാണ് കുക്ക് ചെയ്യണത്. ഞാൻ ജസ്റ്റ് നിന്ന് വീഡിയോ എടുക്കുകയാണ്, കാരണം വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ വേണമല്ലോ. അപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്യാണ്. സോ അമ്മയാണ് ഇങ്ങനെ നന്നായി കുറുക്കാനും ക്ഷമയോടെ ഇരുന്ന് ഇളക്കി കുറുക്കി അതിനൊന്ന് പാകപ്പെടുത്താൻ അമ്മയാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാലും ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു, അമ്മയും കൂടി ഉള്ളത്. അങ്ങനെ നമ്മൾ കുറുക്കി അവസാനം എത്തി. ഈ എണ്ണ കണ്ടോ, ഈ എണ്ണകൾ തെളിഞ്ഞ് പുറത്തോട്ട് ഇങ്ങനെ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ സ്പൂണിൽ ജസ്റ്റ് കാണിച്ചു തരാം. സ്പൂണിൽ കണ്ടോ ഇങ്ങനെ വരുന്നത് എണ്ണ. ഈ ഒരു പാകമാണ് വേണ്ടത്. ഈ പാകമായി കഴിഞ്ഞാൽ നമുക്ക് നിർത്തുക, അത്രേ ഉള്ളൂ. കാണണം എണ്ണ തെളിഞ്ഞത്. അങ്ങനെ നമ്മുടെ ബേബി ഓയിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബേബി ഓയിലല്ല, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം, നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഓയിൽ നമുക്ക് ഒരു 1 month ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഓയിലാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.